സ്ഥലം വരെ പോവാണ്. എവിടെ പോകുന്നതെന്ന് അവിടെ എത്തിയിട്ട് കാണിക്കാം. ഒരു വെരി വെരി സ്പെഷ്യൽ വ്ളോഗാണ് ഇന്നത്തെ ദിവസം. എന്താണെന്ന് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അമ്മയുണ്ട്, പാറുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. റൂഹി മാത്രമില്ല. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എവിടെ പോകുമെന്നുള്ളത്. കഴിഞ്ഞ ഒരു കുറേ വർഷത്തെ ആഗ്രഹമാണ് ഞാൻ സാധിക്കാൻ പോകുന്നത്. ഈ ഒരു ആഗ്രഹം തുടങ്ങിയിട്ട് കുറേ കാലമായി. അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. കറക്റ്റ് സമയം വരുമ്പോൾ പറയാമെന്ന്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ എനിക്കതുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് സമയവും സാഹചര്യവും എല്ലാം ഒത്തു വന്നത്. ഈ ഒരു ആഗ്രഹം വരാൻ കാരണം മേ ബി എൻ്റെ പാസ്റ്റ് ആയിരിക്കാം, അല്ല എൻ്റെ കടന്നു വന്ന ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം. ബട്ട് ഐ ആം വെരി താങ്ക്ഫുൾ ടു മൈ പാസ്റ്റ് ആക്ച്വലി. ആ ഒരു പാസ്റ്റാണ്, മേ ബി ദാറ്റ് പാസ്റ്റ് റിയലി ഹെൽപ്സ് മീ ടു റീഡിഫൈൻ മൈ ഗോൾസ് ഓർ മൈ പെർസ്പെക്റ്റീവ് ടു ലൈഫ്. സോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരാഗ്രഹം, അവർ പറഞ്ഞിട്ടില്ല ആഗ്രഹമെങ്കിൽ പോലും ലൈക്ക് ഐ നോ ലൈക്ക് ഡീപ്പ് ഇൻസൈഡ് ദേ ഓൾസോ വോണ്ടഡ് ദിസ് അപ്ഗ്രേഡ് ആണ്. സോ ഐ ആം സൂപ്പർ ഹാപ്പി. ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. And this is our new car for my family, my father, mother, sister and my Ruhi. Hi. Hello guys. Hello. ഞാൻ വണ്ടി അടിക്കുക, അങ്ങോട്ട് നോക്കുന്നില്ല. അപ്പൊ ഇന്ന് 4th of January 2025. Yes. ഇന്ന് നമ്മള് ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ പോവാണ്. We don't know whether it will happen or not, but still we are shooting it. എവിടുന്ന് കേറി വരുന്നടാ? നമ്മളിപ്പോ ഒരു കാറ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഏത് കാറാന്ന് അവിടെ ചെന്നിട്ട് കാണിക്കാം. ചെന്നിട്ട് കാണിക്കില്ല. ഇഫ് എടുക്കുകയാണെങ്കിൽ ആ എടുക്കുന്ന സമയത്ത് കാണിക്കാം. എടുക്കുന്ന സമയത്ത് കാണിക്കാം. അപ്പം ഇന്നാണ് നമ്മള് ഫസ്റ്റ് ടൈം അത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ആയിട്ട് അറിയത്തില്ല, പോയി ഫസ്റ്റ് കാണണം. ചുമ്മാ നോക്കുകയാണ്. ഇവരെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി വീഡിയോ കാണും, എടുക്കുന്നില്ലെങ്കിൽ ഇത് എന്നോടൊപ്പം അലിഞ്ഞു ചേരും, കണ്ണിൽ അലിഞ്ഞു ചേരുന്ന ട്രാഷില് വീണെടുക്കും. വേറൊന്നും ഇല്ലല്ലോ പറയാൻ. ഇല്ല, അച്ഛനെ പിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളെ അച്ഛനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകും. കാരണം നമുക്ക് വണ്ടിയെ പറ്റിയിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല. ജസ്റ്റ് വണ്ടി ഓടിക്കുന്നതല്ലാതെ വണ്ടിയെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ അത് അച്ഛനാണ് കൂടുതൽ അറിയാവുന്നത്. പാറുവിന് വലിയ താല്പര്യമില്ലേ വണ്ടിയോട്. സോപ്പ് പെട്ടി എന്നാണ് പാറു പറയാറ്. പക്ഷെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു പാറു അല്ലേ? കുഴപ്പമില്ല. പാറുടെ ഫേവറേറ്റ് കാർ ഏതാ പിന്നെ? റിറ്റ്സി. റിറ്റ്സി നമ്മള് എന്റെ ഫേവറേറ്റ് കാർ എന്റെ റിറ്റ്സിയാണ്. നമ്മള് കൊടുക്കും. റിറ്റ്സി ഇടയ്ക്കിടയ്ക്ക് അല്ല, എനിക്ക് ആകെ റിറ്റ്സി 1 ടൈം മാത്രമേ എനിക്ക് പണി തന്നുള്ളൂ. ഞാൻ ഫ്രണ്ട്സുമായിട്ട് പോയപ്പോ ഒരിടത്ത് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ലൈക്ക് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതാണ് ഫസ്റ്റ് ടൈം. ലൈക്ക് ഇന്നേ വരെ റിറ്റ്സി അങ്ങനെ ബ്രേക്ക് ഡൗൺ ഒന്നും ആയി ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അന്ന് ബ്രേക്ക് ഡൗൺ ആയത്. അതൊരു ലൈക്ക് ഒരു കയറ്റം കയറിയപ്പോഴത്തേക്കാണ് നിന്ന് പോയത്. ഞാൻ അപ്പൊ ഉടനെ അച്ഛനെ വിളിച്ചു. അച്ഛൻ വന്നിട്ട് അച്ഛൻ കയറി ഒന്ന് സ്റ്റാർട്ട് ആക്കിയപ്പോഴത്തേക്കും റിറ്റ്സി ഓണായി. അച്ഛൻ പിന്നെ റിറ്റ്സിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ നമ്മള് വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് ശരിയാക്കി കൊണ്ടുവന്നു. പറഞ്ഞോ. റിറ്റ്സി നമ്മുടെ കൂടെ വന്നിട്ട് ഇല്ല, അതിന് മുന്നേ നമ്മളുടെ ലൈഫിലെ ഫസ്റ്റ് കാർ ഏതാണ്? മാരുതിയാണല്ലോ നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് കാർ. മാരുതിയാണ്. പിന്നെ അതിനുശേഷം നമ്മളൊരു ST മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് ST. അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുന്ന ലൈക്ക് ഒരു ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ അതിനുശേഷം ST സെക്കൻഡ് ഹാൻഡ് ST മേടിച്ചു. എന്താ ഞാൻ ശരിച്ചെന്നെ ഇറക്കി വിടാൻ പോയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലം മേവറത്തുള്ള ലെക്സോൺ ടാറ്റയുടെ ഷോറൂമിലാണ്. അവിടെ ഞങ്ങളെ അസിസ്റ്റ് ചെയ്തത് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് അസിസ്റ്റ് ചെയ്തത് അഖിലായിരുന്നു. എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു അവരുടെ കസ്റ്റമർ സർവീസ്. കാരണം ടാറ്റയുടെ സർവീസിനെ പറ്റിയിട്ട് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഫ്രം ലെക്സോൺ ടാറ്റ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു നെഗറ്റീവ്സോ കാര്യങ്ങളോ ഞങ്ങൾക്ക് പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാർ ബുക്ക് ചെയ്ത് വിത്തിൻ 3 days ബുക്കിംഗ് കൺഫേം ആയി. ആൻഡ് ഇൻ 1 week ഞങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരികയും ചെയ്തു. സോ അതൊക്കെ അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നു. ഹലോ, അപ്പൊ ഇതിപ്പം നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ ഞാനും അച്ഛനും ചേച്ചിയും കൂടാണ് പോയത്. ഇന്ന് അച്ഛനില്ല. ഇന്ന് അച്ഛന് പകരം വേറെ ഒരാളുണ്ട്. അമ്മ. ഇന്ന് അമ്മയാണ് കൂടെ ഉള്ളത്. ലക്ഷ്മി ഡ്രൈവ് ചെയ്യാണ്. അച്ഛന് ആക്ച്വലി ഇന്ന് സ്ഥലത്തില്ല, അതുകൊണ്ടാണ്. ഇതിപ്പം കുറച്ചൊരു ടൈം ലിമിറ്റ് ഇതുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ പോകുന്നത്. അപ്പം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു.
അച്ഛൻ ഇല്ലാത്തതുകൊണ്ടാണ് അച്ഛൻ ഇപ്പൊ ഇല്ലാത്തത്. ലൈക്ക് അച്ഛൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് അച്ഛൻ കൂടെ വരാത്തത്. ഓക്കെ, അപ്പം ഏത് കാറാന്നൊക്കെ വഴിയെ കാണും. അല്ലെങ്കിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കാണും, ഇല്ലെങ്കിൽ നിങ്ങൾ കാണത്തില്ല. ഓക്കെ, അപ്പം ഇന്നലെ നോക്കിയതിന്റെ കുറച്ചും കൂടെ ഒരു ടോപ്പ് മോഡലാണ് ഇന്ന് കാണാൻ പോകുന്നത്. എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കനൽ നെഞ്ചിനകത്ത് പടർന്ന് പിടിച്ചത് പടപ്പൊരുതുവാൻ വേറി പിടിച്ചു കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ കഥകിൽ മുട്ടി പിളിച്ചത് പോലെ. ഞാൻ അഡ്വക്കേറ്റാണ്, കൊല്ലം ബാർ പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ മകള് ഇവയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു വാഹനം എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് നിർദ്ദേശിച്ചത് ഇലക്ട്രിക് വണ്ടി എടുക്കണം. ഇലക്ട്രിക് വാഹനം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് ടാറ്റയ്ക്കാണ്. ടാറ്റയ്ക്ക് കൊടുക്കാൻ കാരണം ടാറ്റയുടെ വണ്ടിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റിംഗ് മറ്റുള്ള വാഹനത്തേക്കാൾ സെക്യൂരിറ്റി റേറ്റിംഗ് വളരെ കൂടുതൽ ടാറ്റയ്ക്കാണ്. അച്ഛൻ പറഞ്ഞ പോലെ ടാറ്റയിലേക്കാണ് ഫസ്റ്റ് ഓപ്ഷൻ ടാറ്റയാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ കയറി ഓരോ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ച് എൻക്വയറിക്ക് കൊടുത്തു. അങ്ങനെ ഫസ്റ്റിനെ കോൺടാക്ട് ചെയ്യുന്നത് ലെക്സോണിൽ നിന്ന് അഖിലാണ്. സോ ലെക്സോണിൻ്റെ ഇതുവരെയുള്ള സർവീസ് ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്.